കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കേരളത്തോട് തുടർച്ചയായി അവഗണനയാണ് കാണിക്കുന്നത്. അതിലിപ്പോൾ ഈ റെയിൽവേ ഡിവിഷൻ്റെ വിഭജനമോ ഇതില്ലാതാക്കലോ മാത്രമല്ല, കേരളത്തോട് പൊതുവേ ഇപ്പോൾ കേരളത്തിൽ റെയിൽവേയിൽ വഴി യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ആ കാര്യങ്ങൾ ബോധ്യമാവും. ഇപ്പോൾ ദിവസേന നൂറുകണക്കിന് ആളുകൾ അവർ യാത്ര ചെയ്യുന്ന ട്രെയിനിൽ ബോധം കെട്ട് വീഴുകയാണ്. അവർക്ക് നിൽക്കാൻ പോലും ഒരു സ്ഥലം കിട്ടുന്നില്ല. അപ്പം അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ച് അതിന് പരിഹാരമുണ്ടാക്കാനുള്ള പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നതിന് പകരം റെയിൽവേ ഡിവിഷൻ തന്നെ ഇല്ലാതാക്കി കേരളത്തെ തകർക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നേരത്തെ ഏതാണ്ട് 1300ഓളം കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇതിപ്പം സേലം ഡിവിഷൻ രൂപീകരിച്ചതോടുകൂടി ഇതിൻ്റെ ഏതാണ്ട് 488-500 കിലോമീറ്റർ മാത്രമാണുള്ളത്. ഇതിപ്പോൾ അവർ ലക്ഷ്യമിടുന്നത് മംഗലാപുരം കേന്ദ്രീകരിച്ചൊരു ഡിവിഷൻ, അതുപോലെ തന്നെ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചൊരു ഡിവിഷൻ. അങ്ങനെയല്ല ഡിവിഷൻ ഇല്ലെങ്കിൽ പിന്നെ മംഗലാപുരത്തെ പാലക്കാടിൽ നിന്ന് മാറ്റി മറ്റൊരു ഡിവിഷനിലേക്ക് ലയിപ്പിക്കുക എന്നതിനെക്കുറിച്ചൊക്കെയാണ് ആലോചിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കേരളത്തിനുണ്ടാക്കുന്ന നഷ്ടം വലുതാണ്. ഇതിപ്പോൾ ഏതാണ്ട് 1600 കോടി ഈ 2022-23 മാത്രം ഈ ഡിവിഷൻ വഴി അവർക്ക് ലാഭമുണ്ടായിട്ടുണ്ട്. അപ്പോൾ നഷ്ടത്തിൽ പോകുന്ന ഒരു സംവിധാനമല്ല. അപ്പോൾ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ തന്നെ കണക്കുകൾ പരിശോധിച്ചാൽ ലാഭത്തിൽ മുന്നോട്ട് പോകുന്ന ഈ സംവിധാനത്തെ എന്തിനു വേണ്ടിയാണ് തകർക്കുന്നത്? അപ്പോൾ ഇതൊരു കേരള വിരുദ്ധ മനോഭാവത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ് നടത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണ്. അപ്പോൾ കേരളത്തെ തകർക്കാനുള്ള BJPയുടെ ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ റെയിൽവേ ഡിവിഷനെ ഈ നിലയിൽ ഇല്ലാതാക്കാനുള്ള നീക്കം നടത്തുന്നത്. അവരിപ്പോൾ ഔദ്യോഗികമായിട്ട് ഇന്നലെ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യമല്ല എന്നാണ്. അതെ, അതൊന്നും വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യമല്ല. കാരണം BJP ഗവൺമെൻറ് മുൻ അനുഭവങ്ങൾ നോക്കിയാൽ അതാണ് കാണാൻ വേണ്ടി കഴിയുക. അവരിപ്പം റെയിൽവേയിലെ നിയമനം മാത്രം നോക്കിയാൽ മതി. നേരത്തെ റെയിൽവേയിൽ ആളെ എടുക്കും എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 1200 കോടി പരീക്ഷാ ഫീസായി മാത്രം പിരിച്ചല്ലോ. ആ ഫീസൊന്നും തിരിച്ചു കൊടുത്തില്ലല്ലോ. അത് പരീക്ഷ നടത്തിയില്ലല്ലോ. ആരെയും നിയമിച്ചിട്ടില്ലല്ലോ. അപ്പം എങ്ങനെയാണ് ഇവർ വിശ്വസിക്കുക? അപ്പോൾ ഇവരെ വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന ഒരാളുടെ സുരക്ഷ പോലും ഉറപ്പാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഈ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ വേണ്ടി കഴിയും? അപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും അതിശക്തമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇത് തടയും, ഇത് ഇല്ലാതാക്കും, ഈ ഡിവിഷനെ തകർക്കുന്ന നീക്കത്തെ പ്രതിരോധിക്കും എന്നാണ് DYFIക്ക് വേണ്ടി പറയാനുള്ളത്. ദിവസങ്ങൾ കഴിയുകയാണ് ഈ അപകടം നടന്നിട്ട്. ഇപ്പം മനുഷ്യ ജീവന് എന്തുമാത്രം വിലയാണ് അവിടെയുള്ള ഗവൺമെൻറ് കൊടുക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് തിരച്ചിൽ ആരംഭിച്ചത്? ഇന്നിപ്പോൾ ചില മാധ്യമങ്ങൾ രാവിലെ അവിടെ പോയി, റിപ്പോർട്ടറിൻ്റെ ആളുകളൊക്കെ അവിടെ പോയി, കൈരളി ആളുകൾ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകൾ നമ്മൾ കാണുകയാണ്. ഇപ്പോൾ രാവിലെ മാധ്യമപ്രവർത്തകർ അവിടെ എത്തുന്ന സമയത്ത് പോലും അവിടെ പണി ആരംഭിച്ചിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ വീട്ടുകാർ ഈ കേരളം മുഴുവൻ മനസാക്ഷി മരവിക്കാത്ത മുഴുവൻ ആളുകളും അർജുൻ ജീവനോടെ ഇരിപ്പുണ്ട്, അയാളുടെ ജീവൻ്റെ തുടിപ്പുമായി അയാളെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. പക്ഷേ അങ്ങനെ ഈ നാട് കാത്തു നിൽക്കുമ്പോഴും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെൻറ് കഴിയുന്നില്ല എന്നത് അതൊരു ദുഃഖകരമായിട്ടുള്ള സത്യം തന്നെയാണ്. അത് എന്തെല്ലാം രാഷ്ട്രീയമായ ആരോപണമാണ് എന്ന് ആര് പറഞ്ഞാലും അത് നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും അതിനകത്ത് കർണാടകയിലെ ഗവൺമെൻറ് സ്വീകരിക്കുന്ന സമീപനം തെറ്റാണ് എന്ന് പറയേണ്ടി വരും. അതിൽ കക്ഷി രാഷ്ട്രീയത്തിനൊന്നും പ്രശ്നമില്ല. ഇതൊരു മനുഷ്യൻ്റെ ജീവനെ മുൻനിർത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പെരുമാറാൻ വേണ്ടി കഴിയുന്നത്? അപ്പം മനുഷ്യ ജീവന് ചില സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിലയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.